നവതാ നിത്യം ശ്രോതവ്യം പരമം സദാ ശൃണ്വൻ രാമായണം ഭക്തിയ യപാദം പദമേവ സയാതി ബ്രഹ്മണസ്ഥാനം ബ്രഹ്മണാ പൂജ്യതേ സദാ ഏവമേതൽപുരാവൃത്തമാഖ്യാനം പതിലമസ്തു വ പ്രവ്യാഹരത വിശ്രബ്ധം ബലം വിഷ്ണോः പ്രവർദ്ധതാം ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ചതുർവിംശതിസഹസ്രയാം സംഹിതായാം ഉത്തരകാണ്ഡേ ശ്രീമദ് രാമായണ ഫലശ്രുതിർനാമ ഏകാദശോത്തരശതതമഃ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ കുമാരന്മാര് വാൽമീകി മഹർഷിയുടെ കൂടെ ഈ യാഗശാലയിലേക്ക് പുറപ്പെടാനായിട്ട് വന്ന് അയോധ്യ ദേശത്തെത്തി. മഹർഷി ആ കുമാരന്മാർക്ക് നമ്മൾ ആദ്യത്തെ ദിവസത്ത് പറഞ്ഞതാണ്, ഈ കുമാരന്മാർക്ക് വേണ്ട മാതിരി രാമായണാഖ്യാനം പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. പ്രത്യേകം പറയുകയും ചെയ്തു, ദിവസേ 20 സർഗാഹ, ഓരോ ദിവസവും 20 സർഗങ്ങൾ വീതമാണ് പാടേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ട് പറയുമ്പം എന്ത് പറയും? ധനോ ധാന്യോ സമൃദ്ധി എന്തെങ്കിലും സമ്പത്തൊക്കെ സമ്മാനമായിട്ട് തരും. അതൊന്നും വാങ്ങരുത്. എന്താ വെച്ചാൽ കിം ധനേനാശ്രമസ്ഥാനം ഫലമൂലോപജീവിനം, ആശ്രമത്തിലെ കാട്ടിലെ പർണശാല കെട്ടി താമസ കായും കിഴങ്ങും കഴിച്ച് ജീവിക്കണം, നമുക്ക് എന്തിനാ ഈ പണമൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അങ്ങനെ ഉപേക്ഷിക്കണം. അതൊന്നും വാങ്ങി സൂക്ഷിച്ച് വെക്കരുത്. എന്ത് ചെയ്യുക? ഓരോ ദിവസമായിട്ട് അങ്ങനെ മുഴുവനായിട്ട് ഈ രാമായണ ആഖ്യാനം മുഴുവനായിട്ട് അങ്ങ് പാടി പുറപ്പെടണം എന്ന് പറഞ്ഞ് ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് അദ്യപ്രഭൃതി ഇന്ന് മുതൽ പാടിക്കോളൂ. ഇങ്ങനെ ഈ കുമാരന്മാർ ഈ പാട്ട് പാടി പുറപ്പെട്ട് പോരണതിൻ്റെ സമയത്താണ് എന്തുണ്ടായത്? ഈ വിധം മഹർഷി അവരെ ഉപദേശിച്ചുറപ്പിച്ച ആ കുട്ടികളാണ് ഇപ്പോൾ എവിടേക്ക് വന്നത്, ഈ കൊട്ടാരത്തിൽ. അവരാണ് രാമൻ്റെ മുമ്പിലിരുന്ന് ഈ കഥകൾ പാടിയും ചെയ്യുന്നത്, രൂപപ്പെടുത്തി വെക്കണത്. അങ്ങനെ ഈ മഹർഷി കുമാരന്മാർ രണ്ടുപേരും വാൽമീകി മഹർഷിയുടെ കൂടെ വന്ന് ഈ വേണ്ട മാതിരിയുള്ള കാര്യങ്ങളൊക്കെ മഹർഷി പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പ്രത്യേകമായിട്ടൊരു സംഗതി രാജാവ് മഹർഷി പറഞ്ഞത് എന്താ ചോദിച്ചാൽ, രാജാവിനെ കുറിച്ച് പറയുമ്പം പ്രത്യേകം ചിന്തിക്കണം. എന്താ കാരണം? അദ്യപ്രഭൃതി ഗേയം സ്യാൽ ന ചാവജ്ഞയ, അതായത് ഈ പാട്ട് രാമായണം കഥാപാട്ടായിട്ട് നിങ്ങളിങ്ങനെ പാടി പുറപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? ന അവജ്ഞായ പാർത്ഥിവം, രാജാവിനെ ഒരിക്കലും അപമാനിക്കരുത്, ബഹുമാനക്കുറവ് കാണിക്കരുത് രാജാവിനോട്. കാരണം എന്താ ചോദിച്ചാൽ, പിതാഹി സർവഭൂതാനാം രാജാ ഭവതി ധർമ്മത, അതുകൊണ്ട് രാജാവ് എല്ലാവരുടെയും അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛനെ പോലെ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? രാജാവിനെ ഒരിക്കലും ബഹുമാനക്കുറവോടെ കാണരുത് എന്ന് ഈ കുട്ടികളെ പഠിപ്പിച്ചായിരുന്നു. ആ കുട്ടികൾ പക്ഷേ ആ പറഞ്ഞ മാതിരി രാജാവിനെ രാമൻ്റെ അടുത്ത് വന്ന് വളരെ ബഹുമാനത്തോടെയാണ് എന്ത് ചെയ്തതും പറഞ്ഞതും. അച്ഛൻ എന്നുള്ള അർത്ഥത്തിലും രാജാവ് എന്നുള്ള അർത്ഥത്തിലും രണ്ട് തരത്തിലും പിതൃസ്ഥാനത്ത് ഇരിക്കൊണ്ടാണ് അങ്ങനെ ബഹുമാനിച്ചത്. ഈ കുമാരന്മാർ ഈ പാട്ട് പാടി അവരങ്ങനെ മനോഹരമായ രീതിയിൽ ഇതിങ്ങനെ പാടി വരുന്ന സമയത്താണ് ഇവിടെ കുറിച്ച് ഈ മഹർഷി ഈ കുമാരന്മാരെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് സന്ദിശ്യ ബഹുശോ മുനി പ്രാചേതസസ്തദ, പ്രാചേതസൻ മുനി എന്നാണ്. പ്രാചേതസൻ മുനി ആരാണ്? വാൽമീകിയാണ്. മഹർഷി എങ്ങനെയാ പറഞ്ഞത്? പ്രാചേതസസ്തദ വാൽമീകി പരമോദാരസ്തൂഷ്ണീമാസീൻ, അങ്ങനെ ഉണ്ടായത്. തൂഷ്ണീമാസീൻ മഹായശാഹ, ഇത്രയും പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? തൂഷ്ണീം ആസീൻ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹമൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ ഒന്നും വേണ്ടിയില്ല. അങ്ങനെ ഈ കുമാരന്മാരെ പാട്ട് പാടി പോന്ന് അവരുടെ ഈ പാട്ട് കേട്ടപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ മഹർഷിയുടെ കുമാരന്മാരെ അവരോട് പറഞ്ഞില്ലേ, നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? മഹർഷിയുടെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ രാമായണം കഥ ഈ കുട്ടികളുടെ വായെ കൂടി കേട്ട മുഴുവനും കഥപ്പാരുടെ കയ്യിലായി. രാമനും കേൾക്കണില്ലേ? അപരാമൻ എന്ത് മനസ്സിലായി? കുട്ടികളാരാണെന്ന് കഥയെ കൂടെ എന്ത് മനസ്സിലാക്കാം? ഈ കുമാരന്മാരാര് എല്ലാം അതിലുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അവരുടെ ഈ മഹിമയും മഹർഷിയുടെ മഹിമയൊക്കെ കണക്കാക്കിയിട്ട് രാജാവ് രാമൻ എന്തേ ചെയ്തു വെച്ചാൽ അവിടുന്ന് നേരെ ഈ മഹർഷിയുടെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞയച്ചു. എന്തിന്? ഈ മഹർഷി വരട്ടെ, മഹർഷി വന്നാലല്ലേ മനസ്സിലാവുള്ളൂ. തസ്മിൻ ഗീതേതു വിജ്ഞായ സീതാപുത്രവും കുശീലവും, ഈ സീതാപുത്രന്മാരെ കുശലവന്മാരെ അവരുടെ കഥകൾ കേട്ടതിൻ്റെ ശേഷം രാജാവ് മഹർഷിയുടെ അടുത്തേക്ക് ആളെ അയച്ചു. മഹർഷി വാൽമീകി എന്ത് ചെയ്തു? കൊട്ടാരത്തേക്ക് വന്നു. കൊട്ടാരത്തേക്ക് വന്നപ്പോൾ എന്താ ഉണ്ടായെന്നാണെങ്കിൽ മഹർഷി വാൽമീകി വർത്തമാനമൊക്കെ കേട്ട കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിൽ വന്ന സമയത്ത് ഈ പിന്നെ സീതാദേവിയെ കൊണ്ടുവരാനാണ് ഈ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു എല്ലാവരും നന്നായി, ഇദ്ദേഹത്തിൻ്റെ കൂടെ ആശ്രമത്തിൽ നിന്ന് എവിടേക്ക് പോന്നിട്ടുണ്ട്? രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ഏത് പ്രകാരത്തിലാണ് വന്നു ചോദിച്ചാൽ അതിവിടെ പ്രത്യേകമായിട്ട് പറയും. രാജാവ് പറഞ്ഞതനുസരിച്ച് മഹർഷി വന്ന സമയത്ത് സീതയുണ്ട്. എങ്ങനെ? താം ഋഷിയും പൃഷ്ഠത സീത മഹർഷിയുടെ പിന്നാക്കം അങ്ങനെ
അനുഗമിച്ചു വരുന്നു. ഏത് പ്രകാരം? അത് പറയും, കൃതാഞ്ജലിർ ബാഷ്പകല കൃത്വ രാമം മനോഗതം. രാമനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് നല്ലോണം തല താഴ്ത്തി വളരെ ഭാവത്തോടു കൂടി വിനയത്തോടു കൂടിയിട്ടാണ് ഈ മഹർഷി വരുന്നത്. അപ്പോൾ ഈ മഹർഷിയുടെ പിമ്പിൽ സീത ഇങ്ങനെ വന്ന സമയത്ത് എന്താ ഉണ്ടായിച്ചാൽ, ഇതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും അനുസരിത്തിയിട്ട് വാൽമീകിയുടെ പിമ്പിൽ സീതയും കൂടി കണ്ടപ്പം സഭാവാസികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു? എല്ലാവരും ഇങ്ങനെ മനസ്സിരുത്തി വളരെ ശ്രദ്ധയോടുകൂടി വലിയ സന്തോഷമായി. എത്രയോ കാലമായിട്ട് 10-12 കൊല്ലമായിട്ട് സീത പോയതിൻ്റെ ശേഷം വീണ്ടും ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. സീതയെ കണ്ടു. സീതയെ കണ്ടപ്പോൾ ആളുകൾ സാധു സാധു, നന്നായി നന്നായി, വളരെ നന്നായി, ഗംഭീരായി, ഓ വളരെ സന്തോഷമായി, സീതയും കൂടി ഇവിടെ കണ്ടപ്പോൾ എന്നൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹർഷി ഈ വിധം ഇവിടെ സീതയും കൂട്ടി വന്ന സമയത്ത് രാജാവിനോട് ഈ മഹർഷി ഒരു വാക്യം പറഞ്ഞു. വാൽമീകിയുടെ തൊട്ട് പിമ്പിൽ ആരുണ്ട്? സീത കാഷായവാസിനി. കാഷായവാസിനി പറഞ്ഞ അർത്ഥം എന്താ? കാവി ചുറ്റിയിട്ടാണ് സീത വന്നതെന്നു. സന്യാസി സീതയുടെ ആ വലിയൊരു എന്താ പറയുക യുവതി അല്ലെങ്കിൽ ആ ഭാവമൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു പ്രൗഢവൻ. ഇപ്പോൾ 12 കൊല്ലം കൂടി കഴിഞ്ഞില്ലേ, കുറച്ചും കൂടി പ്രായമായില്ലേ? സീതയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? കുറച്ചും കൂടിയൊക്കെ 40-45 ചില്ലാനും വയസ്സായ ഒരാളാണ്. അപ്പം ആ സീതയാണ് എന്താ പറയണത്? സീതയും കൊണ്ട് വന്നു. അപ്പോൾ മഹർഷി പറയും ചെയ്തു, മഹാരാജാവേ, ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയുകയാണ്. എന്താ വെച്ചാൽ ഇപ്പം അങ്ങയുടെ മുമ്പിൽ ഈ പാട്ട് പാടിയ കുട്ടികളെക്കുറിച്ച് ഞാൻ ലേശം പറയാം. എന്താണെന്നാണെങ്കിൽ ഞാൻ ആദ്യം എന്നെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. വാൽമീകി ആദ്യമായിട്ട് തന്നെക്കുറിച്ച് പറയുന്ന സന്ദർഭമാണ് പറഞ്ഞു. പ്രചേതസോഹം ദശമഃ പുത്രോ രാഘവനന്ദന ന സ്മരാമി അനൃതം വാക്യം ഇമൗതു തവ പുത്രകൗ ബഹുവരിഷ സഹസ്രാണി തപശ്ചര്യാ മയാ കൃത തസ്യ ഫലമുപാശ്നീയാം അപാപ യതി മൈഥിലി. ഇത്രയും 2 ശ്ലോകങ്ങളാണ് ആര് പറഞ്ഞത്? വാൽമീകി മഹർഷി പറഞ്ഞത്. പ്രചേതസോഹം ദശമഃ പുത്ര. പ്രചേതസിൻ്റെ 10ാമത്തെ പുത്രനാണ് ഞാൻ, ഹേ രാമ. അതുകൊണ്ട് ന സ്മരാമി അനൃതം വാക്യം. അസത്യവാക്യം ഞാൻ ഇക്കാലം വരെ സ്മരിച്ചിട്ടില്ല. ഒരു അസത്യമായ ഒരു വാക്യം ഞാൻ സ്മരിച്ചിട്ട് പോലും ഇല്ല. മാത്രമല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുകയാണ്. ഇതാരാത്? ഈ 2 പേര് ഇമൗതു തവ പുത്രകൗ. അങ്ങയുടെ പുത്രന്മാരാണ് ഈ 2 പേര്. അത് തന്നെയല്ല, ബഹുവരിഷ സഹസ്രാണി തപശ്ചര്യാ മയാ കൃത. അനേകായിരത്താണ്ട് കാലം ഞാൻ തപസ് ചെയ്തതിൻ്റെ പുണ്യം എൻ്റെ കയ്യിലുണ്ട്. ഈ സീത ശുദ്ധയാണെങ്കിലേ ആ തപസ്സിൻ്റെ ഫലം എനിക്ക് വേണ്ടു, ഇല്ലെങ്കിൽ ആ തപസ്സിൻ്റെ ഫലത്തെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നൊരു വാക്യം പറഞ്ഞു. വാൽമീകി മഹർഷി ഈ കുമാരന്മാരുടെ പ്രാമാണ്യം പറയാനും സീതയുടെ ശുദ്ധി പറയാനും ആണ് തന്നെ അവിടേക്ക് അവതരിപ്പിച്ചത്. അതായത് താൻ പ്രചേതസിൻ്റെ 10ാമത്തെ പുത്രനാണ്. ജനിച്ച തൊട്ട് ഇന്നോളം അസത്യം സ്മരിച്ചിട്ടില്ലാത്ത ആളാണ്. ആ സത്യവാക്യത്തിൻ്റെ നിഷ്ഠ കൊണ്ട് അങ്ങോട്ട് ഞാൻ പറയുകയാണ്, ഇത് അങ്ങയുടെ പുത്രന്മാരാണ്, സ്വീകരിച്ചോളൂ. അനവധികാലത്തെ എൻ്റെ തപസ്സിൻ്റെ ഫലം, ആ ഫലത്തിനെ നിർത്തിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ശപഥം ചെയ്യുന്നത്. സീത ശുദ്ധ സമാചാരയാണ്. ഈ 2 വാക്യങ്ങളാണ് വാൽമീകി ഈ സമയത്ത് രാമനോട് പറഞ്ഞത്. ഈ ഭാഗത്താണ് നമ്മൾ ഈ വാൽമീകി ആര് എന്ന് വാസ്തവത്തിൽ മനസ്സിലാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പ്രാചേതസൻ എന്ന് പറയും എന്നല്ലാതെ കണ്ട് ഇങ്ങനെ ഒരു വൃത്തിയിലൊരു വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ വാൽമീകിയാണ് നമ്മുടെ നാട്ടിൽ കള്ളനും രത്നാകരനും ഗോവിന്ദൻകുട്ടിയൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊണ്ടാടിയത്. പ്രചേതസിൻ്റെ 10ാമത്തെ പുത്രനാണ് ഞാനെന്നും ഇതുവരെ അസത്യം സ്മരിച്ചിട്ടില്ല എന്നും ഇല്ലേ, അനവധി കാലത്തെ തപസ് എനിക്കുണ്ടെന്നും അത്തപസ്സിൻ്റെ മഹിമയുണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. എന്ത് കണ്ടേ, അവിടെ നിന്നും കയറി വന്ന ഒരാൾ പറയണമെന്ന് കൂട്ടേണ്ട, പ്രാമാണ്യം ഉണ്ട്. നമ്മൾ ജാമ്യത്തിനെടുക്കാൻ പോകുന്ന സമയത്ത് നികുതി ചീട്ടുള്ളവനല്ലേ പറ്റുള്ളൂ. ഒന്നുമില്ലാതെ റോഡിൻ്റെ മുകളിൽ തെണ്ടി നമ്മുടെ പോലെ തന്നെ നടക്കണമെന്ന് നമ്മുടെ ജാമ്യത്തിലെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു കഥയും ബോധവും തലയും കഥയൊക്കെ ഉള്ളൊരു സ്ഥാനവും കഥയൊക്കെ ഉള്ള ആളൊക്കെ എന്തിനും ഞാനൊരു സ്ഥാനത്തിരിക്കണ യോഗ്യനായ മഹർഷിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്നത് തന്നെ നാട്ടുകാരെ അറിയാനല്ല, സീതയുടെയും ഉണ്ണികളുടെയും മഹിമ പ്രകാശിപ്പിക്കാനാണ്. ആരെ തൻ്റെ മഹിമ എടുത്തത്? വാൽമീകി എടുത്തതെന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് നമ്മളിനി വാൽമീകി എന്ന് പറയുമ്പം രത്നാകരൻ, കള്ളൻ എന്നുള്ള കഥകളൊന്നും വിവരമുള്ളവർ പറയരുത്. അങ്ങനെ കഥ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അയാൾക്ക് അത്രേ വിവരമുള്ളൂ എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള വിവരം നമ്മൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് കഥകളൊക്കെ നേരെയും കണ്ട് മനസ്സിലാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇനി നമ്മൾ രാമായണം കഥ നമ്മുടെ അടുത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഈ കേട്ടതൊക്കെ വെച്ച് മനസ്സിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുക, ഉള്ളിൽ ഉറപ്പിക്കുക, ധരിക്കുക, നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ഇപ്പം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മാത്രമല്ല എന്താ വെച്ചാൽ ഈ വിധം പറയുകയും ചെയ്തു. അതുകൊണ്ട് അനവധി കാലത്തെ തപസ്സിൻ്റെ ഫലം എൻ്റെ കയ്യിൽ ഇവിടേക്ക് ശ്രദ്ധിക്കൂ കേട്ടോ. പക്ഷേ അതവിടെ വെച്ചോളൂ കേട്ടോ. ആളുകളൊക്കെ ഈ വരണതും പോണതും എടുക്കുന്നതും വെക്കുന്നതും നോക്കി നിൽക്കുക, പറയേണ്ടതൊന്നൊരു കാര്യമില്ല. ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ.
അതാണ് ഈ പറഞ്ഞത്. എന്താ ചോദിച്ചാൽ വാൽമീകി മഹർഷി അദ്ദേഹത്തിൻ്റെ ഈ തൻ്റെ തപസ്സുകൊണ്ടും തൻ്റെ മഹിമ കൊണ്ടും പ്രതിജ്ഞ ചെയ്തിട്ടാണ് രാമനോട് പറഞ്ഞത്. ഇത് അങ്ങേറ്റ രാമൻ അറിയില്ലല്ലോ തൻ്റെ മക്കളാണെന്ന്. ഇത് അറിയുന്ന ഒരാളേ ഉള്ളൂ. ഗർഭിണിയായി സീത പ്രസവിച്ചത് ആശ്രമത്തിലുണ്ട്. ആ കുട്ടികൾ രാമായണം ചൊല്ലുന്നത് കേട്ടതായിട്ടുള്ള ഒരാൾ ശത്രുഘ്നനേ ഉള്ളൂ. ശത്രുഘ്നന് ഇവിടെ അങ്ങനെ ഒരു കാര്യം പറയാനുള്ള പ്രാപ്തിയും കഥയില്ലല്ലോ. ഇളയ അനിയനാണ്. പക്ഷെ അതിനേക്കാളും പ്രാപ്തിയുള്ള ആളാണ് ആര്? വാൽമീകി. അന്ന് തൊട്ട് ഇന്നോളം സീതയെ പരിപാലിച്ചു വന്ന, കുട്ടികളെയും വളർത്തി പരിപാലിച്ച, ജാതകർമ്മം മുതൽ ഇങ്ങോട്ട് എല്ലാ ക്രിയകളും ചെയ്ത് പൂർത്തിയാക്കിയിട്ട് ശിഷ്യന്മാരാക്കി പഠിപ്പിച്ച് യോഗ്യന്മാരാക്കി കൊണ്ടുവന്ന ആളാരാണ്? ഈ മഹർഷിക്ക് അതിൻ്റെ മഹിമ എന്താ പറയുക? അച്ഛനെ പോലെ കുട്ടികളെ ഒരു മുത്തശ്ശനെ പോലെ പറയാനുള്ള അധികാരം സീതയോടുണ്ട്, കുട്ടികളോടും അങ്ങനെ പറയുകയും ചെയ്തു. അപ്പോഴാണ് എന്തുണ്ടായത്? രാമന് വലിയ സന്തോഷമായി. എന്താ വെച്ചാൽ ഉപേക്ഷിക്കാനും ഉപേക്ഷിച്ചു, ശരി തന്നെയാണെങ്കിലും ഹൃദയത്തിൽ ആ വേദന ഇന്നും തീർന്നിട്ടില്ലേ. അപ്പോഴാണ് മഹർഷിയുടെ മുമ്പിൽ തൊഴുതിട്ട് പറഞ്ഞു, സന്തോഷമായി. എന്താ കാരണം? സീതയുടെ ആ മഹിമ കേട്ടപ്പം എനിക്ക് ഒന്നേ പറയാനുള്ള. അങ്ങോട്ട് രാമൻ എന്താ പറഞ്ഞത്? പ്രാഞ്ജലിർ ജഗതോ, കൈ കൂപ്പി തൊഴുതിട്ട് വിനയത്തോടെ പറഞ്ഞു, മഹാനുഭാവനായ മഹർഷീശ്വര, അങ്ങ് പറഞ്ഞത് വളരെ ഉത്തമമായ കാര്യമാണ്, വലിയ സന്തോഷമുള്ള സംഗതി, രാമനെ സംബന്ധിച്ച സന്തോഷമുള്ള സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഈ സീതയെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ അലോഹ്യം പറയണത്? ലങ്കയിൽ വെച്ചിട്ട് സീത ഈ ഒരു അഗ്നിപ്രവേശം ചെയ്തിട്ടുണ്ട്. പക്ഷെ ലങ്കയിലുള്ള വാനരന്മാർ കുറച്ച് പേര്, അന്നുള്ളവരും രാക്ഷസാദികൾ കുറച്ച് പേരല്ലേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ലേ. മനുഷ്യന്മാർ കണ്ടവരാരേ ഉള്ളൂ, രാമനും ലക്ഷ്മണനും അല്ലാതെ വേറെ ആരും അതിൽ പങ്കെടുത്തവരില്ലല്ലോ അല്ലേ. അയോധ്യയിലുള്ളവരാരും ഇത് അനുഭവമുള്ളവരല്ലല്ലോ. അപ്പം അതുകൊണ്ട് രാമൻ പറഞ്ഞു, സീതാദേവി എന്തിനാ പരിഭ്രമിക്കുന്നത്? സീത ചാരിത്ര ശുദ്ധി ഉള്ളവളാണെന്ന് എനിക്ക് സംശയമില്ല. ഈ ആളുകളല്ലേ സീതയെക്കുറിച്ച് ചീത്തത്തം പറയുന്നത്? സീത സ്വയമേവ പെടുന്നത് അവർക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ പിന്നെ അവർക്ക് സീതയെക്കുറിച്ച് പറയാനുള്ളൊരു വിഷമമില്ലല്ലോ. സീത തൻ്റെ മഹിമ ഇവിടെ ഇങ്ങോട്ട് കാണിച്ചോട്ടെ മഹർഷേ, എന്നാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാകുമല്ലോ. ഈ ഒരു അപഖ്യാതി രാജ്യത്തിനും ഉണ്ടാവില്ല, സീതയ്ക്കും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് ലോകാപവാദോ ബലവാൻ ഏനത്യക്കഥാ മൈഥിലി. ലോകര് പറഞ്ഞ് ഈ അന്തല്യായ കേട്ടിട്ടല്ലേ മൈഥിലി എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത്? സീത അശുദ്ധ ആയതുകൊണ്ടല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയാണ്, അങ്ങ് എന്തേ വേണ്ടു വെച്ചാൽ സീതയോട് പറഞ്ഞ് സീതയുടെ ആ മഹിമ അവിടെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് ഇതൊക്കെ കേട്ടപ്പം സീത എന്തേ ചെയ്തു വെച്ചാൽ അബ്രവീത് പ്രാഞ്ജലിർവാക്യം അധോ ദൃഷ്ടിർവരാങ്മുഖി. സീത ഇതിന് മറുപടി ആയിട്ട് കീഴ്പ്പെട്ട് നോക്കിയിട്ടൊരു വാക്യം പറഞ്ഞു. എന്താ വെച്ചാൽ നല്ലോണം കൈ കൂപ്പി തൊഴുത് മനസ്സിരുത്തി ഉറക്കെ ആ സഭയിൽ വെച്ചിട്ട് പറയാണ് സീത, യഥാഹം രാഘവാദന്യം മനസാപിന്ന ചിന്തയെ. രാഘവനെ അല്ലാതെ കണ്ട, രാമനെ അല്ലാതെ കണ്ട ഒരാളെ മനസ്സുകൊണ്ട് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എങ്കിൽ എന്താവട്ടെ? തഥാമേ മാധവീ ദേവി വിവരം ധാതുമർഹതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുണ്ടാവട്ടെ? ഈ വിഷ്ണുപത്നിയായ ഭൂമിദേവി എനിക്കിതാ ആ വാതിൽ ഇങ്ങോട്ട് തുറന്നു തരട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് തൊഴുതു. മനസാ കർമ്മണ വാച യഥാ രാമം സമർച്ചയേ. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും രാമനെ മാത്രമേ ഞാൻ പൂജ കഴിച്ചിട്ടുള്ളൂ എങ്കിൽ തഥാമേ മാധവീ ദേവി വിവരം ധാതുമർഹതി. അങ്ങനെ രാമനെ മാത്രമേ ഞാൻ ഭജിച്ചുള്ളൂ എങ്കിൽ എനിക്ക് ആ ഭൂമിദേവി എൻ്റെ അമ്മ വിഷ്ണുപത്നി എന്ത് ചെയ്യട്ടെ? ആ വാതിൽ തുറന്നു തരട്ടെ എന്ന് പറഞ്ഞ് സീതാദേവി തൊഴുത് നമസ്കരിച്ച സമയത്ത് എന്താ ഇപ്പം പറയേണ്ടതെന്നാണെങ്കിൽ ഭൂതലാദുത്ഥിതം ദിവ്യം സിംഹാസനമനുത്തമം. ആ ഭൂമിയുടെ നടക്കുന്ന ഒരു സിംഹാസനം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിശിഷ്ടമായൊരു സിംഹാസനം പൊങ്ങി വന്നു. എങ്ങനെ? ധ്രിയമാണം ശിരോഭിസ്തോ നാഗൈഹി അമിത വിക്രമൈഹി. ദിവ്യനാഗങ്ങളെ ശിരസാവഹിക്കണതായ ഒരു ദിവ്യ സിംഹാസനം പൊങ്ങി പുറപ്പെട്ടു വന്ന് ആ സിംഹാസനത്തിൽ എന്താണ്ടായത്? ദിവ്യം ദിവ്യേന വപുഷ. വളരെ ദിവ്യമായ ഒരു വേഷത്തിൽ സാക്ഷാൽ തസ്മിംസ്തു ധരണീദേവി. ആ സിംഹാസന പീഠത്തിൽ ഭൂമിദേവി സർവാഭരണ വിഭൂഷിതയായിട്ട് ഇങ്ങനെ ഇരിക്കണോ. അങ്ങനെ ഇരിക്കണേ ദേവി എന്താ വെച്ചാൽ ബാഹുഭ്യാം ഗൃഹ്യമൈഥിലീം. രണ്ട് കൈകൊണ്ടും ആ സീതാദേവി അങ്ങോട്ട് സ്വീകരിച്ചിട്ട് സ്വാഗതേന അഭിനന്ദേനാം ആസനേ ചോപവേശയേൽ. അങ്ങനെ സ്വാഗതം ചെയ്ത് ആ കസേരയിലേക്ക് വിശിഷ്ടമായ കസേരയിലേക്ക് ഇങ്ങോട്ട് ഏറ്റുവാങ്ങിയിട്ട് തമാസനഗതാം ഭൂമിദേവി. ഭൂമിദേവിയുടെ മടിയിലെ കസേരയിൽ ആരും ലക്ഷ്മീദേവിയെ പോലെയുള്ളതായ സീതാദേവിയും. അപ്പോഴേക്ക് ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി, ദേവന്മാരുടെ വക പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നാ പറയുന്നത്. എന്താ ഇപ്പം പറയണ്ടു? അതോടെ ഇങ്ങോട്ട് പോയി സീത
അന്തർധാനം ചെയ്ത് ഭൂമിയോട് കൂടിയിട്ട് ഏതൊരു ഭൂമിദേവിയുടെ പുത്രിയായിട്ടാണോ പണ്ട് യാഗശാല ഉഴുമ്പം ആ ഉഴവുചാലെന്ന് പൊങ്ങി വന്നത്, അതേ ആ തേജസ്വിനി അതേ പ്രകാരത്തിൽ ഭൂമിദേവിയുടെ കൂടെ അന്തർധാനം ചെയ്തു. അന്തർധാനം ചെയ്ത സമയത്ത് സാധു ഹൈ എന്താ പണ്ടായേ ചോദിച്ച അത്ഭുതത്തോടു കൂടി ആളുകൾ ഇങ്ങനെ ബഹുവിധത്തിലുള്ളതായ വർത്തമാനങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമന് വലിയ വിഷമായി. എന്താ കാരണം? സീതയെ ഇപ്പം പറഞ്ഞയച്ചു ചോദിച്ചാലും എവിടെ ഉണ്ടായിരുന്നു? വാൽമീകി ആശ്രമത്തിൽ സീത ഉണ്ടായിരുന്നു. തൻ്റെ കൂടെ ഇല്ലെങ്കിലും സീത അവിടെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പം സീത എവിടെ ഇല്ല. വാൽമീകി ആശ്രമത്തും രാമന് വലിയ കോപമാണ് വന്നത്. ആ സമയത്ത് രാമൻ കോപിച്ച സമയത്ത് രാമൻ്റെ കോപം ലോകത്തെ ദഹിപ്പിക്കും എന്ന് വന്നപ്പം ബ്രഹ്മദേവൻ വന്നു, ഇന്ദ്രാദി ദേവന്മാർ വന്നു. എല്ലാവരും വന്ന് രാമൻ്റെ ഈ കോപത്തെ ശമിപ്പിച്ചു എന്നാ പറയുക. പിന്നെ കോപത്തെ ശമിപ്പിച്ച് അനുനയിപ്പിച്ച് പറഞ്ഞ് അതിന് ശേഷം രാമൻ്റെ ജീവിതം ലേശം കൂടി ഒന്നും മാറി. ഇനിയിപ്പോൾ അവിടെ നിന്നൊക്കെ മതിയാക്കി പോകാനുള്ള പുറപ്പാടായി. കൗസല്യാദേവി ഉണ്ടായിരുന്നു. കൗസല്യാദേവി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കൗസല്യയും പോയി, കൈകേയി പോയി, സുമിത്ര പോയി. അമ്മമാരുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തേ വേണ്ടു? ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞു. രാമനും പോവാനുള്ള പുറപ്പാടായി. ഈ പോവാനുള്ള പുറപ്പാടായിട്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഭരതൻ്റെ പുത്രന്മാരെയൊക്കെ പട്ടാഭിഷേകം ചെയ്തു വാഴിച്ചു. ലക്ഷ്മണൻ്റെ പുത്രന്മാരെ വേണ്ട മാതിരി വാഴിച്ചു. അതുപോലെ വേണ്ടതായ കാര്യങ്ങളൊക്കെ രാജ്യത്ത് ചെയ്തുറപ്പിച്ചതിൻ്റെ ശേഷം തനിക്ക് പോവാറായി എന്ന് കണ്ട സമയത്താണ് കൊട്ടാരത്തിലേക്ക് ഒരിക്കലൊരു യോഗ്യനായിട്ട് ഒരാൾ, ഒരു കാലരുദ്രമൂർത്തി എന്ത് ചെയ്തു? ഒരു യോഗ്യനായ സന്യാസിയുടെ ഒരു മഹർഷിയുടെ വേഷം കെട്ടിയിട്ട് കാലമൂർത്തിയാണ് വന്നത്. അദ്ദേഹം കൊട്ടാരത്തിൽ വന്നു രാമനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ആ കാര്യം പറയുമ്പോൾ ആരും എന്ത് ചെയ്യരുത്, അത് കേൾക്കാൻ പാടില്ല. ആരും കേൾക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഞാനിത് പറയണ സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാൽ ആ കയറി വന്നയാളെ അങ്ങ് വധിക്കണം. അത്രയ്ക്ക് നിയമം എനിക്ക് ഉറപ്പിച്ച് തന്നാൽ ഞാൻ അങ്ങോട്ട് പറയാമെന്നും പറഞ്ഞു. അപ്പം കാലരുദ്രമൂർത്തി ഇങ്ങനെ വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ശരി ഞാൻ അങ്ങനെ വധിക്കാം എന്നൊരു പ്രതിജ്ഞയും ചെയ്തു. അപ്പം കാവലായിട്ട് ആരെ നിർത്തി? ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ പുറത്ത് നിന്നോളൂ, ഞാനിത് ഇപ്പം നമ്മുടെ ഇദ്ദേഹം ഇത് പറയണ സമയത്ത് ആര് വന്നാലും എന്ത് ചെയ്യാം, നീ തടയണം, അങ്ങോട്ട് പറഞ്ഞയക്കരുത്, ആര് വന്നാലും പറഞ്ഞയക്കണ്ട, ഇത് ഇദ്ദേഹം പോയതിൻ്റെ ശേഷം പറഞ്ഞയച്ചാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ ഈ കാലരുദ്രമൂർത്തി അകത്ത് കയറിയിട്ട് രാമനോട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞ അകത്ത് രാമനും ഈ കാലമൂർത്തിയും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് പുറത്ത് നമ്മുടെ ദുർവാസാവ് മഹർഷി കയറി വന്നു. ദുർവാസാവ് മഹർഷി എന്തിനേ വന്നു ചോദിച്ചാൽ അദ്ദേഹം വന്നു. അപ്പോൾ ലക്ഷ്മണൻ കാവൽ നിൽക്കണ്ട. ലക്ഷ്മണനോട് പറഞ്ഞു, എനിക്ക് രാമനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇപ്പോൾ കാണാൻ പറ്റില്ല, അവിടെ ഇപ്പോൾ ആരെയും കടത്തി വിടരുതെന്നല്ലേ പറഞ്ഞത്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞു. ആ ലക്ഷ്മണൻ പറഞ്ഞു, കാണാൻ പറ്റില്ല കേട്ടോ, എന്തായാലും പറ്റില്ല, എന്തായാലും ആ ജ്യേഷ്ഠൻ അങ്ങനെ പറഞ്ഞതല്ലേ, തീരെ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞാൽ ശരിയായാലും എനിക്കിപ്പം കണ്ടേ പറ്റുള്ളൂ എന്ന് ആര് വാശി പിടിച്ചു? ദുർവാസാവ് വാശി പിടിച്ചു. ദുർവാസാവ് വാശി പിടിച്ച സമയത്ത് ഇദ്ദേഹം അപ്പം പറഞ്ഞു, ഇന്നെ ഇപ്പം ഇവിടെ നിങ്ങളുടെ അകത്തേക്ക് വിട്ടില്ലെങ്കിൽ ഓക്കെ ഞാൻ ഭസ്മാക്കുമെന്നും പറഞ്ഞു. അപ്പം എന്ത് ഇങ്ങനെ ചിന്തിച്ചു, രാമൻ തന്നോട് പറഞ്ഞത് ഇവിടെ ആരെയും ഇങ്ങോട്ട് കടത്തി വിടരുത്, അദ്ദേഹം അപ്പം അവിടെ ഭസ്മാക്കും ചെയ്യും, എന്താ വേണ്ടതെന്ന് ലക്ഷ്മണൻ ഇങ്ങനെ ചിന്തിച്ചു. ഇപ്പം താൻ നേരെ കയറി ചെന്നാൽ തന്നെ ആര് വധിക്കണം? രാമൻ വധിക്കണം. കയറി ചെന്നില്ല വെച്ചാൽ ഈ വംശത്തെ മുഴുവനും ആര് ഭസ്മാക്കും? ഈ ദുർവാസാവ്. ഇതിൽ ഏതാ നല്ലത്? താനൊരാൾ മരിക്കുക വെച്ചാൽ വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല എങ്കിൽ വംശം നശിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠം അതാണെന്ന് കണക്കാക്കിയിട്ട് ലക്ഷ്മണൻ നേരെ ഇങ്ങോട്ട് കയറി ചെന്നു. കാലരുദ്രമൂർത്തി കൂടിയിട്ട് ഭഗവാൻ രാമൻ സംസാരിക്കുന്ന ദിക്കിലേക്ക് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ എന്താ കഥ? അപ്പോഴേക്ക് കാലമൂർത്തി പറഞ്ഞു, ശരി ഞാൻ എന്താ പോവുകയാണ്. നമ്മൾ ആര് പോയി? അദ്ദേഹം പോവുകയും ചെയ്തു. ദുർവാസാവ് വന്ന വിവരം പറയുകയും ചെയ്തു. ദുർവാസാവ് വന്ന വിവരം പറഞ്ഞ സമയത്താണ് എന്തിനാ ഇപ്പോൾ ദുർവാസാവ് വന്നത്? ദുർവാസാവിനോട് ചോദിച്ചു, എന്തേ ഇപ്പം അങ്ങ് ധൃതി? വളരെ കലശൽ കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തിനാ അങ്ങ് ധൃതിയിൽ വന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് എന്തിനാന്ന് പറയുക, അത്യാവശ്യ ഒരു കാര്യത്തിനാണ്. അതായത് 1000 കൊല്ലമായിട്ട് ഞാനൊരു വ്രതം അനുഷ്ഠിക്കുകയാണ്, ആ വ്രതത്തിൻ്റെ അവസാനമാണ് ഇന്ന്, അതുകൊണ്ട് അങ്ങയുടെ കൂടെ ഊണ് കഴിക്കണം, അതിനാ വന്നതെന്നും പറഞ്ഞു. ഇത് പറയാനാണ് ആരെ ധൃതി കൂട്ടിയത്? ദുർവാസാവ് ഊണൊക്കെ കഴിച്ച് പോവുകയും ചെയ്തു. ലക്ഷ്മണൻ ഏട്ടനെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ജ്യേഷ്ഠ ആദ്യം പറഞ്ഞത്
നമുക്കിന്ന് പരിപാലിക്കണ്ടേ ചോദിച്ചു. എന്ത്? അവാങ്മുഖമഥോ ദീനം ദൃഷ്ടുവാ സോമമിവാപ്ലുതം. ഗ്രഹണത്തിൻ്റെ അന്ന് ചന്ദ്രനെ പോലെ കണ്ടിട്ട് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ണേ ജ്യേഷ്ഠ ഒരു കാര്യൻ്റെ. ജ്യേഷ്ഠൻ ഒരു വാക്ക് നേരത്തെ പറഞ്ഞത് അവിടെ ഉണ്ട്. രാമൻ സത്യപരാക്രമനാണെന്നാണ് വെപ്പ്. അതിനെന്ത് ചെയ്യണം? ജഹിമാം സൗമ്യ വിശ്രദ്ധം പ്രതിജ്ഞാം പരിപാലയ. അതുകൊണ്ട് അങ്ങ് എന്നെ വധിച്ചിട്ട് അങ്ങയുടെ പ്രതിജ്ഞ പരിപാലിക്കണം എന്ന് പറഞ്ഞു. ആരോട്? രാമനോട് പറഞ്ഞു. രാമൻ പറഞ്ഞു, എന്താ കാരണം? ഹീനപ്രതിജ്ഞ കാകുലസ്ഥ. രാമൻ സത്യവാക്യം തെറ്റിക്കണവനാണ് എന്നൊരു പേരുണ്ടായിട്ട് അങ്ങ് പോകരുത്. എന്താ കാരണം? ഇതിനേക്കാളും വലിയ കലശലായ കാലത്ത് നമ്മൾ ആ വാക്ക് തെറ്റിച്ചിട്ടല്ലേ, പാലിച്ചിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ, എന്നോട് അങ്ങേക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പം രാമൻ പറഞ്ഞു, എന്താ ഉണ്ണി, അതൊന്നും അത്ര കാര്യമായിട്ടൊന്നുമില്ല, നമ്മളങ്ങനെ പറഞ്ഞതല്ലല്ലോ, അതെങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ ആര് വ്യാഖ്യാനിച്ചു? രാമൻ. അപ്പം അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ നമ്മളിതൊക്കെ വ്യാഖ്യാനിക്കുക എന്നാ പറയുക. അവനവൻ്റെ കാര്യം വരുമ്പം നമ്മൾ എന്ത് ചെയ്യണു? ചിലതൊക്കെ വ്യാഖ്യാനിക്കണം. പക്ഷെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അങ്ങ് എന്നെ വധിക്കണം എന്ന് പറഞ്ഞു. രാമന് മനസ്സിലായി ലക്ഷ്മണൻ്റെ അടുത്ത് നിന്ന് തൻ്റെ കഥകൾ തെറ്റിക്കാനൊന്നും പറ്റില്ല എന്ന്. രാമൻ എന്ത് ചെയ്തു? രാമൻ ചിന്തിച്ചു, വധിക്കപ്പം എങ്ങനെയാണ് ലക്ഷ്മണനെ? ഒടുക്കം ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇഷ്ടമുള്ളതിനെ വധിക്കുന്നതും ഉപേക്ഷിക്കുന്നതും സമാണെന്ന്. ഉപേക്ഷിക്കുന്നതും വധിക്കുന്നതും സമാണ്. ഇപ്പം നമ്മൾ ഒരു വസ്തു നമ്മൾ ഉപേക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതും ഒരുപോലെയാണല്ലോ. അതുകൊണ്ട് നശിപ്പിക്കുന്നത്, വധിക്കേണ്ടതില്ല. എന്തു ചെയ്തു? ലക്ഷ്മണനെ ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ച രാമൻ വിസർജയേ ത്വാം സൗമിത്രേ മാ ഭൂൽ ധർമ്മവിപര്യയ. അതുകൊണ്ട് ഹേ സൗമിത്രേ, നിന്നെ ഞാൻ എന്താ ഉപേക്ഷിക്കുകയാണ് എന്നും പറഞ്ഞ് ലക്ഷ്മണനെ ഉപേക്ഷിച്ചു. ത്യാഗോ വധോ വാ വിഹിത സാധൂനാം തു ഉഭയം സമം. ഈ സജ്ജനങ്ങൾക്ക് അതായത് വധവും ത്യാഗവും ഒരുപോലെയാണ് എന്നും പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണനെ ഉപേക്ഷിച്ചു. ലക്ഷ്മണൻ എന്തേ ചെയ്തു വെച്ചാൽ, ഉപേക്ഷിച്ച സമയത്ത് രാമൻ ഇതിങ്ങോട്ട് പറഞ്ഞപ്പം ബാഷ്പപര്യാകുലേക്ഷിത അല്ലേ കണ്ണുനീര് നിറഞ്ഞ കണ്ണോട് കൂടിയിട്ട് ലക്ഷ്മണനോട് ഈ വിധം പറഞ്ഞപ്പം ലക്ഷ്മണൻ അവിടുന്ന് നേരെ എന്താ ചെയ്തു വെച്ചാൽ, അവിടുന്ന് ഒരു ദിക്കിലേക്ക് നോക്കാതെ നേരെ ഇറങ്ങി സരയൂ തീരത്തേക്ക് ചെന്ന് ആ സരയൂ നദിയിലിറങ്ങി അരന്തർധാനം ചെയ്തു പോയി. ലക്ഷ്മണൻ പോയി. പണ്ടൊരു വാക്യം രാമൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഹേ സീതേ, ഞാൻ എന്തും ഞാൻ ഉപേക്ഷിക്കും. എൻ്റെ ജീവനെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് വരും, നിന്നെയും ഞാൻ ഉപേക്ഷിച്ചു എന്ന് വരും, ലക്ഷ്മണനെയും ഞാൻ ഉപേക്ഷിച്ചു എന്ന് വരും, ധർമ്മത്തെ ഞാൻ ഉപേക്ഷിക്കില്ല എന്നൊരു വാചകം പണ്ടവിടെ പറഞ്ഞു വെച്ചതുണ്ട്. ആ വാചകം അന്ന് പറഞ്ഞ മാതിരിയായി സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. ലക്ഷ്മണൻ ഇതപ്പോൾ ഉപേക്ഷിച്ചു. രാമൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം എന്തേ ഉള്ളൂ, അങ്ങനെ ലക്ഷ്മണൻ ദേവലോകത്തേക്ക് തൻ്റെ സ്വധാമത്തിലേക്ക് പോയി ക്രിയകളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ തനിക്ക് പോവാറായി എന്ന് കണ്ടപ്പം എല്ലാവരും അറിയിച്ചു. പണ്ട് വിഭീഷണനും അതുപോലെ സുഗ്രീവനും ഒക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആ സൗഹൃദത്തിൻ്റെ മഹിമ. സുഗ്രീവാദികളോട് പറഞ്ഞപ്പോൾ സുഗ്രീവാദി വാനരന്മാരെല്ലാവരും അയോധ്യയ്ക്ക് പുറപ്പെട്ടു, വിഭീഷണനും പുറപ്പെട്ടു. സുഗ്രീവനോട് പറയും ചെയ്തു, അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ എന്താ പോവുകയാണ്. പോണ സമയത്ത് അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, എന്താ വെച്ചാൽ അങ്ങനെ വിഭീഷണ നീ എന്ത് കാര്യം ചെയ്യണം, നല്ലോണം എത്ര കാലം യാവൽ പ്രജാ ധരിഷ്യന്തി താവത്വം വിഭീഷണ, എത്ര കാലം നീയെ ഈ രാമഭക്തിയിലിരിക്കുന്നു അത്രയും കാലം നീ എന്ത് ചെയ്യും, ലങ്കയിൽ രാജാവായിട്ട് വാഴും എന്നും പറഞ്ഞു. സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ താൻ എൻ്റെ കൂടെ പോന്നോളൂ എന്നും പറഞ്ഞു. ആരോട്? സുഗ്രീവനെ കൂടെ കൂട്ടി. സുഗ്രീവാദി വാനരന്മാർ കൂടെ കൂടും ചെയ്തു. അങ്ങനെ ഈ ഹനുമാനോട് പറഞ്ഞു, എത്ര കാലം രാമകഥ ഉണ്ടാവും അത്ര കാലം അങ്ങ് ഭൂമിയിലുണ്ടാവുന്നു. ഓരോരുത്തർക്ക് ഓരോ വിധം കൊടുത്തു. അദ്ദേഹം അവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് അഗ്നിഹോത്രാഗ്നിയോട് കൂടിയിട്ട് എല്ലാവരും പ്രജകളോട് കൂടിയിട്ട് അവർ പുറപ്പെട്ടു. ആ നമ്മുടെ സരയൂ നദി എന്ന് പറയുന്ന നദി അയോധ്യയുടെ സമീപത്തിരിക്കണേ ആ സരയൂ നദി ആ സരയൂ നദിയുടെ സമീപത്തേക്ക് ചെന്നു. സരയൂ നദിയുടെ സമീപത്ത് ചെന്ന സമയത്ത് സരയൂ നദി എന്തേ പ്രത്യേകത ചോദിച്ചാൽ, ഈ സരയൂ ഭഗവാന്റെ എല്ലാ വെച്ചാൽ ഈ അന്ന് സരയുവാശ്ചൊത്തരേ തീരെ രാമാവതാരം ഉണ്ടാവാൻ അവിടെയാണ് എന്ത് ചെയ്തത്, യാഗമൊക്കെ കഴിച്ചിട്ടുണ്ടായ കുമാരന്മാരാണത്. അന്ന് എന്താ ഉണ്ടായി ചോദിച്ചാൽ, ഈ സരയൂ നദിയുടെ തീരത്തുനിന്ന് അവർ ജനിച്ച ഹോമമൊക്കെ കഴിഞ്ഞ് പൂജയും ഇതൊക്കെ കഴിഞ്ഞ് യാഗമൊക്കെ കഴിഞ്ഞുണ്ടാക്കിയ കുമാരന്മാരെന്നിപ്പോൾ എവിടേക്കാണ് പുറപ്പെടുന്നത്. അതായത് ഈ സരയൂ നദി ഈ അയോധ്യയുടെ ഒരു മർമ്മ കേന്ദ്രവും നാഡിയും കൂടിയാണ്, ജീവനാഡി എന്ന് പറയുന്ന സാധനം കൂടിയാണ്. സരയൂ ഇല്ലെങ്കിൽ അയോധ്യയുടെ കഥകളൊന്നും പൂർത്തിയാവില്ല. ആ സരയൂ നദിയുടെ കരയിലേക്ക് ചെന്നു. അപ്പോഴാണ് ബ്രഹ്മാദി ദേവന്മാർ ആകാശദേശത്ത് വന്നിരുന്നിട്ട് ആഗച്ഛ വിഷ്ണോ ഭദ്രന്തേ
ഭഗവാനെ അങ്ങ് വരൂ, അങ്ങേതാ ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് ഇരിക്കുകയാണേ. ഇതാ ഭാഗ്യം കൊണ്ടാണേ ശ്രീരാമസ്വരൂപനായ അങ്ങ് ലോകത്തെ അനുഗ്രഹിച്ചില്ലേ, ഇനി ഇതാ വൈകുണ്ഠത്തേക്ക് മടങ്ങി വരണേ. ത്വം ഹി ലോകഗതിർദേവാ നത്വാം കേജിൽ പ്രജാന, അങ്ങാണ് ലോകത്തിൻ്റെ ഗതി. ഋതേ മായാം വിശാലാക്ഷീം തവ പൂർവപരിഗ്രഹാം, അങ്ങയുടെ മായയോട് കൂടിയിട്ട് ലോകത്തിൽ പലജാതി മഹിമകൾ കൂട്ടി കാണിച്ചു, അവതരിച്ചു, ലോകത്തെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ത്വാം അചിന്യം മഹൽ, അങ്ങയുടെ ആ മഹിമ സാധാരണക്കാർക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ട് അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുകയാണ്. ആഗച്ഛ വിഷ്ണോഹ, ഭഗവാനെ അങ്ങ് വരണേ എന്നും പറഞ്ഞ് ദേവലോകത്തുനിന്ന് ബ്രഹ്മാദി ദേവന്മാരെ തൊഴുത സമയത്ത് ഭഗവാൻ ഈ വാനരാദി സംഘത്തോടു കൂടിയിട്ട് എല്ലാവരും, സുഗ്രീവാദി വാനരന്മാർ, അയോധ്യാപുരിവാസികൾ എല്ലാവരും ചേർന്ന് പിതാമഹൻ്റെ ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടിട്ട് ശ്രുത്വാ വിനിശ്ചിത്യ മഹാമതി വിവേശ വൈഷ്ണവം തേജ സശരീര സഹാനുജ, അനിയന്മാരെയും കൂട്ടി ആ സരയൂലിറങ്ങിയിട്ട് സശരീരന്മാരായിട്ട് അവർ വൈകുണ്ഠലോകത്തേക്ക് പോയി എന്ന് പറയും. തതോ വിഷ്ണുമയം ദേവം പൂജയന്തി സ്മ ദേവതാഹ, അന്ന് തുടങ്ങി ശ്രീരാമേന്ദ്രസ്വാമിയുടെ മഹിമ ആ വൈഷ്ണവ സ്വരൂപത്തിൽ എല്ലാവരും പൂജ കഴിക്കാൻ തുടങ്ങി. സിദ്ധന്മാർ, യക്ഷകിന്നര ഗന്ധർവ കിന്നര ചാരണ കിംപുരുഷാദി ദേവന്മാർ സകലരും ഈ പുഷ്പവൃഷ്ടി ചെയ്തിട്ട് നമസ്കരിച്ചു ശ്രീരാമേന്ദ്രസ്വാമിയുടെ പുറപ്പാട്. അങ്ങനെ അനവധി കാലമായിട്ട് ഭൂമിയിൽ വന്നിരുന്ന് ഇക്ഷ്വാകു വംശ പാരമ്പര്യത്തെ പരിപാലിച്ച് യോഗ്യനായിട്ടിരുന്ന് രാമോ രാമോ രാമ ഇതി ജനാനാമ ഭവൽകഥാഹ, രാമൻ 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 നേള്ളൂ, എല്ലാവരുടെയും നാവിൻ്റെ മുകളിൽ വേറെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയണ മാതിരി ശ്രീരാമ ഭാവം ലോകത്തിന് ധർമ്മത്തിൻ്റെ സ്വരൂപമാണ് എന്ന് കൊടുത്ത് രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിൻ്റെ സ്വരൂപമാണ് എന്ന് പറയുന്ന വിധത്തിൽ ധർമ്മ ഏതാ രാമൻ ഏതാ ചോദിച്ചാൽ രണ്ടും ഒന്നാണ് എന്ന് പറയും പോലെയുള്ളൊരു മട്ടിലേക്ക് ആ മഹാത്മാവ് മനുഷ്യൻ്റെ നിലയിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക് ഉയർന്ന സമ്പ്രദായത്തിൽ ഭഗവാന്റെ മഹിമകൾ ലോകത്തെ കാണിച്ചു, ലോകത്തെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. ഇതാണ് ഏതോ ആഖ്യാനം, ഇതാണ് രാമായണം എന്ന് പറയുന്നത്. ഏതദൈവ ഈ പറഞ്ഞത് സോത്തരം ബ്രഹ്മപൂജിതം, ഉത്തരകാണ്ഡത്തോട് കൂടിയിട്ട് ബ്രഹ്മപൂജിതമായ രാമായണം ഇതിഖ്യാതം മുഖ്യം വാൽമീകിനാകൃതം, ഇതാണ് വാൽമീകി മഹർഷി രചിച്ചതായ വിശിഷ്ടമായ രാമായണം. എന്തേ വേണ്ടു? തതോ ദേവാസഗന്ധർവാഃ സിദ്ധാശ്ച പരമഋഷയ നിത്യം ശൃണ്വന്തി സന്തുഷ്ടാഃ ദിവ്യം രാമായണം ദിവി, ഇതാണ് ദിവ്യമായ രാമായണം. അത് യക്ഷകിന്നര ഗന്ധർവ കിംപുരുഷാദികളും ദേവന്മാരും ഒക്കെ പതിവായിട്ട് എന്ത് ചെയ്യണു? കൊണ്ടാടുന്നതാണ് പറഞ്ഞു. ഈ രാമായണത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇത് ആഖ്യാനമായുഷ്യം സൗഭാഗ്യം പാപനാശനം. ഈ രാമായണം കേട്ടാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നാ പിന്നെ പറഞ്ഞത്. അത് ആയുഷ്യം, ആയുസ്സിനെ കൂട്ടും, സൗഭാഗ്യം ഭാഗ്യം വർദ്ധിക്കും, പാപനാശനം പാപം അതോടെ ഇല്ലാതെ കണ്ടാവും. രാമായണം വേദസമം, രാമായണം വേദസമം. ഈ രാമായണം മുഴുവൻ കേട്ടാൽ ഉണ്ടാവുന്നത് ഇത് വേദത്തിന് സമാണ്. ശ്രാദ്ധേഷു ശ്രാവയേത് ബുധ, ശ്രാദ്ധത്തിന് ഇത് കേൾപ്പിക്കണം. ചാത്തോട്ടുമ്പോഴേ രാമായണം വായിച്ച് കേൾപ്പിക്കണം. അപുത്രോ ലഭതേ പുത്രം, പുത്രനില്ലാത്തവർക്ക് പുത്രൻ ഉണ്ടാവും. അധനോ ലഭതേ ധനം, സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് ഉണ്ടാവും. സർവപാപേ പ്രമുച്യതേ, നോക്കൂ എല്ലാ പാപങ്ങളും ഇല്ലാതെ ഉണ്ടാവും. ആര്? പാദമപ്യസ്യ യഹ് പഠേൽ, അതിൻ്റെ ഒരു വരിയെങ്കിലും ചൊല്ലി പഠിച്ചാൽ പോലും പാപം ഇല്ലാതെ ഉണ്ടാവും. അതാണ്. അതുകൊണ്ട് പാപാന്യപിച്ച യഹ് കുര്യാത് അഹന്യഹനി മാനവ, പകല് ചെയ്യണ, ഇല്ലെങ്കിൽ രാത്രിയും പകലും ദിവസവും ചെയ്യണ പാപങ്ങളൊക്കെ ഈ രാമായണത്തിലെ ഒരു ശ്ലോകം ചൊല്ലി പഠിച്ചാൽ പോലും ഇല്ലാതെ കണ്ടാവും. മാത്രമല്ല അയോധ്യാപിപുരീ രമ്യ, അയോധ്യാപുരിയെ സ്മരിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ളൊരു പുണ്യകർമ്മമാണ് എന്ന് പറയും. ആ ശ്രീരാമേന്ദ്രസ്വാമിയുടെ കഥയാണ്. സൂര്യവംശത്തിലെ ഇക്ഷ്വാകു വംശത്തിൽ വന്ന് ജനിച്ച് ലോകത്തെ അനുഗ്രഹിച്ച ഭഗവാന്റെ ചരിത്രം. ഈ ചരിത്രമാണ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞ് മനസ്സിരുത്തിയത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ സ്ഥലങ്ങളെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അയോധ്യ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ അത് പലർക്കും അറിയാം, പലരും പോകണമുണ്ട്, തൊഴണമുണ്ട്, കാണണമുണ്ട്, കേൾക്കണമുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഇന്നത്തെ
ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ല എന്ന് പറയണേ, ആ ഫൈസാബാദ് ജില്ലയിലാണ് ഈ അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലം. ആർക്കും പോയാൽ കാണാവുന്നതാണ്. അവിടെ എന്താ പ്രത്യേകത ചോദിച്ചാൽ ഔധ് ഔധ് എന്നാണ് അടുത്ത കാലം വരെ ഇപ്പോൾ സ്ഥലത്തിന് പറയുക. ഔധ് ചൽ അയോധ്യ എന്നുള്ളതിൻ്റെ ഒരു ദുഷിച്ച രൂപമായിരുന്നു. ഈ ഫൈസാബാദ് നഗരത്തിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട്, വടക്കോട്ട് മാറി ഇത്തിരി കിഴക്കോട്ട് മാറിയിട്ട് സരയൂ എന്ന് പറഞ്ഞതായ നദിയുടെ കരയിലാണ് ഈ അയോധ്യ നഗരി ഇരിക്കുന്നത്. ഈ അയോധ്യ നഗരിയെ കുറിച്ചിട്ട് മഹാഭാരതത്തിൽ പ്രത്യേകമായിട്ട് പരാമർശമുണ്ട്. ദിഗ്വിജയത്തിനായിട്ട് പാണ്ഡവന്മാർ പോയ കൂട്ടത്തിൽ ഭീമസേനൻ അയോധ്യയിലത്തെ രാജാവ് ദീർഘയജ്ഞനെ തോൽപ്പിച്ചു എന്നൊരു പരാമർശം മഹാഭാരതത്തിലുണ്ട്. അപ്പം മഹാഭാരത കാലത്തും ഈ അയോധ്യ അതുപോലെ ഉണ്ട്. പിന്നീട് 7-ാം നൂറ്റാണ്ടായ കാലത്ത് ഹുയാങ്സാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യാത്രക്കാരുണ്ടായിരുന്നു, ഒരു സഞ്ചാരി. അദ്ദേഹം ഈ അയോധ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അമീർ ഖുസ്രു എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള പഴയ കാലത്തുള്ള അവരൊക്കെ ഈ അയോധ്യ നല്ലൊരു സുഖവാസ കേന്ദ്രമാണ്, ഫലവർഗ്ഗങ്ങളും പഴങ്ങളൊക്കെ ധാരാളം ഉള്ളതായ സ്ഥലമാണ് എന്നൊക്കെ അയോധ്യയെക്കുറിച്ചിട്ട് രേഖപ്പെടുത്തി വെച്ചതായിട്ട് ചരിത്രമുണ്ട്. പിന്നീട് എന്താ വെച്ചാൽ ആ കാലത്ത് ശ്രീരാമേന്ദ്രസ്വാമി ജനിച്ചു വന്നതായ അയോധ്യ എന്ന് പറഞ്ഞതായ ആ ഒരു പുണ്യഭൂമിയിൽ അവിടെ ഈ ശ്രീരാമേന്ദ്ര